Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒന്ന് എവിടെ പോണ നമ്മൾ കോഴിക്കോട് വന്നു. നമ്മളൊന്ന് കോഴിക്കോട് പോകുന്ന വീഡിയോ ആണ് ഇന്ന്. നമ്മൾ വെറുതെ പോന്നെയാണല്ലേ, വേറൊരു ആവശ്യത്തിന് നമ്മളെ കുട്ടപ്പൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടെ കയറി വണ്ടിയിലിരുന്നു. അപ്പോൾ നമുക്കിനി പോവാ കാണാം. റെഡിയാകുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. എടാ ഊരണ്ടടാ. ഓക്കെ ഗൈസ്, നമുക്ക് പോകുന്ന വഴി കാണാം. ഓക്കെ. അപ്പം നമ്മൾ 2:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നാ അറിയില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ 5 മണിയൊക്കെ ആയപ്പോഴാണ് കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ വടകര നല്ല ബ്ലോക്കാണ്, ഇതുവരെ നീങ്ങിയിട്ടില്ല. അങ്ങ് ഫുള്ളി ബ്ലോക്കാണ്. നമ്മളെപ്പോഴാണ് അങ്ങ് തുഴഞ്ഞ് എത്തുകയെന്ന് പറയാൻ പറ്റില്ല. ഈ വണ്ടി കയറി അപ്പം തന്നെ പാല് കുടിച്ച് ഉറങ്ങിപ്പോയി. അവളുടെ ഉച്ചക്കത്തെ ഉറക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപ്പം തന്നെ സൈഡായി ആൾ. ചായ കോഫി എന്തായാലും പ്രശ്നമില്ല, സ്ട്രോങ് ചായ. നമ്മളിപ്പോൾ കൊയിലാണ്ടി എത്തി കേട്ടോ. കൊയിലാണ്ടി കഴിഞ്ഞില്ല, കൊയിലാണ്ടി എത്തിയുള്ളൂ. ഭയങ്കര ബ്ലോക്കാണ്, എന്താണെന്നറിയില്ല. ചിലപ്പോൾ വിഷുവിൻ്റെ ബ്ലോക്കായിരിക്കും. അപ്പം ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായ അല്ല, ചായ കോഫിയാ പറഞ്ഞേ. ആ എന്നാ കോഫി മതി. ഇത് വേണം. എന്ത് വേറെ എന്താ വേണ്ടേ? സമൂസ ഉണ്ടോ? സമൂസ ഉണ്ട്. സമൂസ മതിയാ? അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു തട്ടുകട ഉണ്ട്. ഭയങ്കര തലവേദന, ഞാൻ തലവേദന കൊണ്ടാണ് വന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് കൂടുന്നു. ഇപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു കോഫിയും ചായയും കുടിക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ സമൂസയും കോഫിയും എത്തിയിട്ടുണ്ട്. ചുട്ടുപ്പി നല്ല ഉറക്കമാണ്, എണീച്ചിട്ടില്ല. എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ. അവളുടെ ഉറക്കം കഴിയട്ടെ. നോട്ട് ബാഡ്, കുഴപ്പമില്ല. തലയൊക്കെ ഉണർന്നു. എൻ്റെ മോളെ തലയിൽ പോയി. അപ്പൊ ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ. നമ്മള് കടല് കാണാൻ പോകുന്നുണ്ട്. നമ്മള് ഏത് ബീച്ചിലാ പോന്നേ? കോഴിക്കോട് ബീച്ച് പറഞ്ഞ ചുട്ടു. അല്ല, കോഴിക്കോട് ബീച്ച്. കടല് കാണാൻ പോന്നു. ഉറങ്ങിപ്പോയിനാ? നല്ല ഉറങ്ങിപ്പോയി. പാല് കുടിക്കാൻ അമ്മന്റെ ബാബാ. പാല് കുടിച്ചിട്ടുണ്ടോ? അയ്യോ, നമ്മളെവിടെ എത്തിയേ? ആ, കടലിൽ പോകും. നമ്മൾ കോഴിക്കോട് ബീച്ച് എത്തി. കടലിൽ പോവാപ്പാ. വണ്ടി വെക്കണ്ടേ നമുക്ക്? എന്നാലേ പോവാൻ പറ്റൂ. വണ്ടി വെക്കട്ടെ. വണ്ടി വെച്ചിട്ട് നമുക്ക് പോവാട്ടാ. ഇതാ കടല്. നമുക്ക് വണ്ടി വെക്കണ്ടേ? പോവാ പൊന്നാ. പോകാ. അതെ, നമ്മള് വണ്ടി സ്റ്റോപ്പ് ചെയ്യട്ടെ. കടലുക്കുട്ടിയാണ്, കടലുക്കുട്ടി. ഓ പൊന്നെ, നമ്മള് വണ്ടി വെക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ കേട്ടോ. ദില്ലി കബാബ്.
ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു സ്പോട്ടാണ്. എങ്ങനെയുണ്ടോ അവനെടുക്കൂട്ടോ. ഒരാൾ കടൽ കണ്ടതിന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമ്മളപ്പോൾ ഇവിടെ ഇറങ്ങി നോക്കട്ടെ എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ എന്നുള്ളത്. നല്ലതായിരിക്കും തോന്നുന്നു. നോക്കിയിട്ട് അകത്ത് പോയിട്ട് പറയാം. ഓക്കെ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫുഡ് റീൽ കണ്ടിട്ടായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഒരു ഓക്കെ ആംബിയൻസ് ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ട അത്ര വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോർമൽ ഒരു 2 ചായയും പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ റോൾ ഉണ്ടായിരുന്നു. അത് വലിയ റോൾ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. ചുറ്റും അവിടെ അപ്പുറത്ത് കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു. അപ്പൊ ബേബീനെ കണ്ടിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ആള്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ചായ വന്നു. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് ആ കബാബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വാങ്ങി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിന്റെ ആ സൈഡ് ചുട്ടു ഭയങ്കര നിർബന്ധം പിടിച്ചിട്ട് അവിടെ ഒന്ന് കൊണ്ടുപോയി. അവളുടെ പുതിയ വാട്ടർ ബോട്ടിലിൽ വെള്ളം കുടിക്കുന്ന ഒരു സീനാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് സിംബ ഉണ്ടെന്നൊക്കെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവളെ ഒന്ന് കടലിൽ ജസ്റ്റ് കാണിച്ച് നമ്മൾ അപ്പൊ തന്നെ വന്നു. കാരണം ഞാൻ വേറെ എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അധിക സമയം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഒരാള് കടൽ കണ്ട ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് ആക്ച്വലി പോവാൻ സമയമായി. ഇവിടുന്ന് അധിക ടൈം ഇവിടെ നിൽക്കാൻ സമയമില്ല. ഒരാള് വെയിറ്റിങ്ങിലുണ്ട്, അതുകൊണ്ടാണ്. ഫോട്ടോ എടുക്കാനാ? 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അവിടെ പോയ ആളിനെ കണ്ടിട്ട് അടുത്ത പരിപാടി എന്താന്ന് ആലോചിക്കണം. മിക്കവാറും നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയിരിക്കല്ലോ. ഹൈലൈറ്റ് മാളിലേക്കായിരിക്കും പോവുക. എന്നുവെച്ചാൽ ബീച്ചിൽ അധികം ഇയാളിനെ ഇറക്കിയാൽ പണി കിട്ടും. പോകും. ആ ഓക്കെ. ആ ബോള് അച്ഛൻ ബോളാ നമുക്ക് വാങ്ങിക്കാം. നമുക്ക് വരുമ്പോൾ വാങ്ങാം കേട്ടോ. അച്ഛൻ അങ്കിളിനെ കണ്ടിട്ട് വരട്ടെ. ഓക്കെ. അപ്പം നമ്മൾ എന്തായാലും അടുത്ത അപ്ഡേഷൻ എങ്ങനെയാ എങ്ങോട്ടാന്നുള്ളത് വഴി കാണാം. ഓക്കെ ഓക്കെ. ചുറ്റു കൈ വായിലിടല്ലേ. ചിച്ചിയേ നമ്മൾ ബീച്ച് കണ്ടു പറ ചുറ്റു. കടല് കണ്ടു. ആ കടല് കാണാൻ പോകും. ഓക്കെ ബൈ. പറ കാണിച്ചു തരൂ. അച്ഛടുത്ത് പോവാ പൊന്നെ. അച്ഛപ്പ വരും. അച്ഛ അവിടെ ഒരു പേപ്പർ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെങ്ങോട്ടാ പോവാ? നമ്മള് മാളിൽ പോകും. പറ അവരടുത്ത് പറ നമ്മൾ മാളിൽ പോകും. ഷൂട്ടിന്റെ ഹെയർ ക്ലിപ്പൊക്കെ കാണിച്ചു കൊടുത്ത ഹെയർ സ്റ്റൈല് ആയിച്ചല്ലേ. നല്ലേ? തൊടണ്ട. അത് എടുക്കാൻ പാടില്ല. നല്ലുണ്ട് എടുക്കണ്ട. അപ്പൊ അവര് പറയും അയ്യേ ഒരു ഭംഗിയില്ല പറയും. അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഹൈലൈറ്റ് മാളിൽ പോവാന്ന് വിചാരിക്കുന്നു. കൈക്ക് എന്നെ പോന്നോ പ്ലീസ്. ഇതാണ് ഇവിടെ മെയിൻ പ്രശ്നം. ഇവൾക്ക് കുറെ ഹെയർ ക്ലിപ്പ് ഉണ്ട്, ഹെയർ ബാൻഡ് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇവള് മുടി കെട്ടില്ല. ഇവൾക്ക് കിട്ടുന്ന ഇഷ്ടമേ അല്ല. അപ്പൊ അമ്മ കടല് കാണണോ എന്നാ കൊണ്ടുപോവില്ല. ബീച്ച് കൊണ്ടുപോവില്ല. മുടി അയച്ച അമ്മ കൊണ്ടുപോവില്ല. അച്ഛ വന്ന് ഊരണ്ട ചുട്ടു പ്ലീസ്. ഒരു പെൺകുട്ടിയായപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുടി കെട്ടി കൊടുക്കാം, ഇത് ചെയ്യാം അത് ചെയ്യാം. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആണ് ഇപ്പൊ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ ഇതാണ് സത്യാവസ്ഥ. ആ ക്ലിപ്പ് കാണല്ലേ? പുതിയ ക്ലിപ്പാ. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ കാണാം. നമ്മളങ്ങനെ വണ്ടിയിൽ കുറച്ച് സമയം പോസ്റ്റായി. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ അപ്പോഴേക്ക് നമുക്ക് റാഗി കുടിക്കാം. നമ്മള് റെയിലിന്റെ അടുത്താ ഉള്ളത്. അപ്പൊ ആള് തീവണ്ടി പോകുന്ന നോക്കിയിരിക്കുന്നുണ്ട്. ഷൂട്ടിന് പുതിയ വാട്ടർ ബോട്ടിൽ.
ഞാനപ്പോൾ അവൾക്ക് റാഗി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കട്ടെ. പാലും എടുത്തിട്ടുണ്ടായിരുന്നു, പാൽ അവൾ ഓൾറെഡി കുടിച്ചു. ഇനിയിപ്പോൾ ഞാനൊന്ന് റാഗി കൊടുത്ത് സെറ്റാക്കട്ടെ. അയ്യേ, അതൊന്നും വായിൽ വെക്കല്ല ചുട്ടോ, ചിച്ചിയല്ലേ. ഇത് ഞാൻ ഇവൾക്ക് മുന്നേ വാങ്ങിച്ചിട്ടില്ല, ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പാത്രമായിരുന്നു കേട്ടോ. ഇതിൽ ചൂട് നിൽക്കും കുറച്ച്. ഇത് സിഗ്നോ വെയറോ അങ്ങനെ എന്തോ സംതിങ്. ചൂട് നിൽക്കുന്ന പാത്രം നിങ്ങൾ എന്താ പറയുക, സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഭയങ്കര നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളാക്കി കൊണ്ടുപോകുമ്പോൾ തണിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല കുടിക്കാൻ. ആക്ച്വലി ഇത് എന്തായാലും ഒരു 1-2 മണിക്കൂറെല്ലാം നല്ല ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറിൽ ഇത് നല്ല ഉപകാരമാണ്. ഞാനിത് ഇവക്ക് 6 months ഉള്ളപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തപ്പം ബ്രസ്റ്റ് ഫീഡാണല്ലോ എപ്പോഴും, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബ്രസ്റ്റ് ഫീഡ് കഴിഞ്ഞ് അവൾക്ക് നോർമലി സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പം അവളെന്ത് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇതെപ്പോഴും എടുത്ത് വെക്കും, ബിക്കോസ് നമുക്ക് കൊടുക്കാമല്ലോ എപ്പം വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു സാധനമാണ്. എന്നെ പോലത്തെ അമ്മമാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നാ വേഗം അച്ഛ വരും, ഇപ്പോൾ നമുക്ക് പോവാലോ. അടുത്ത ട്രെയിൻ വരുന്നുണ്ടോ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അടുത്ത കൂക്കു കൂക്കു തീവണ്ടി വരുന്നുണ്ടോ നോക്കിയേ പൊന്നോ. വാ അച്ഛയോ, അയ്യോ അമ്മന്റെ ക്യാമറ. അപ്പോ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഹൈലൈറ്റ് മാളിലെത്തിയിട്ട് ബാക്കിയാണ്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്താറായി ഗായ്സ്. അയ്യോ പോവല്ല, അവിടെ അടങ്ങിയിരിക്കേ. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. നമ്മൾ ഹൈവേമ കൂടെ തന്നെ നേരെ പോയി. നമ്മൾ ചോദിച്ചു പണ്ടത്തെ പോലെ തന്നെ കയറാൻ പറ്റുമെന്ന്, പക്ഷേ ഇല്ല. ഇപ്പം മറ്റേ സർവീസ് റോഡൊക്കെ ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ തിരിച്ച് യൂ ടേൺ എടുത്ത് ഇനി അതിൽ കൂടെ പോകണം. എത്തിയിട്ട് കാണിക്കാട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കാണുന്നതാണ് ഹൈലൈറ്റ് മാൾ കോഴിക്കോട്. എത്തി നമ്മളെത്തി. ഇതാ ലൈറ്റ് നോക്കിയ ചുറ്റാ. ഓ ഇതാ എത്ര ലൈറ്റാ നോക്കിയ, അങ്ങോട്ടേക്ക് നോക്കിക്കേ. കുറേ ലൈറ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്, സോ മെനി ലൈറ്റ്സ് ചുറ്റു. കാണുന്നുണ്ടോ പൊന്നാരെ? ഏല് കൂടി ആയാലും ഉള്ളിലെത്തിയാൽ മതി. ദാറ്റ്സ് നോട്ട് എ മാറ്റർ. ഓ കൺട്രി മാൻ, അങ്ങനെ ഗ്രേ അല്ലേ? അത് മാഹിയിലെ വണ്ടിയാ. അപ്പൊ ഈ കൺട്രി മാൻ എത്ര റേറ്റ് ഉണ്ട് ശരിക്കും? അപ്പൊ പഴയ മിനി കൂപ്പറിനോ? അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തി. ടൈം ഉണ്ടെങ്കിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രാം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ മാള് പോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്കിത് ഭയങ്കര അത്യാവശ്യമാണ്. അല്ലാണ്ട് ഇവളെയും കൊണ്ട് പോക്ക് വളരെ അബദ്ധമാണ്. നമ്മൾ അങ്ങനെ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലെത്തി. ചുമ്മാ ഇങ്ങനെ കറങ്ങാന്ന് വെച്ച് വന്നേ കേട്ടോ. നല്ല രസമാണ്. രാത്രി ആകുമ്പോൾ കുറേ തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ രാത്രി വന്നിട്ടില്ല, ബട്ട് അടിപൊളി. രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര ഓണാണ് മാള് ഫുള്ള്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അത്യാവശ്യത്തിലധികം നല്ല ആളുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവം ഉള്ളത് കൊണ്ട് പിന്നെ ഷൂട്ടിനെ കൊണ്ട് എനിക്ക് വലിയ ചൊറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കതിൽ പോവാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നോളും. ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് മൂപ്പർ പോസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. പതുക്കെ മേലെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാന്ന് വിചാരിച്ചു മെക്ഡോണൾഡ്സിന്. ഹോട്ട് ചോക്ലേറ്റ് ഇതാ മെക്ഡോണൾഡ്സ് നെറ്റി. ആ ഇവിടെ റെഡിയല്ലേ. ഭയങ്കര ആവശ്യത്തിൽ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ അവിടെ ഈ ഹോട്ട് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാവുന്നു. എനിക്ക് കുറേ ദിവസമായി ഈ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനുള്ള ഒരു ക്രേവിങ്സ് വന്നിട്ട് അങ്ങനെ തപ്പി ഇറങ്ങിയതാണ്. പക്ഷെ ബാഡ് ലക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. സോ നമ്മള് അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ പോയി. പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ ഇല്ല. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ ഈ മെക്ടി സ്റ്റാച്ചുവിന്റെ അടുത്ത് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പിന്നെയും ഇങ്ങനെ വെറുതെ നടക്കാൻ തുടങ്ങി. ഭയങ്കര ഓണെന്ന് വെച്ചാൽ ഭയങ്കര ഓണാണ് ഈ രാത്രി സമയത്ത് ഈ മാൾ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആംബിയൻസ്. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഈ ഹഗ് ആൻഡ് മഗ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. പക്ഷെ ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടോ. മാളിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചധികം റേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ചോദിച്ചല്ലേ എന്ന് വെച്ചാൽ നമ്മള് ഒരു ക്യാപിച്ചുനോ പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് അത് കുടിച്ചിട്ട് പിന്നെ തിരിച്ചു പോവാന്ന് വിചാരിച്ചു. ഇവിടുന്ന് എന്തായാലും ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് എനിക്ക് അവസാനം ഹോട്ട് ചോക്ലേറ്റ് കിട്ടി. ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റും കുട്ടപ്പനൊരു ക്യാപിച്ചിനോ വാങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കോഫി കുടിച്ച് നമ്മൾ ഇറങ്ങും. ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല. ഫുഡിന് കൊടുക്കാൻ പറ്റിയ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് സോ ഒരാൾ പുതിയ ബോട്ടിലിൽ വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. ഷുട്ടോ ഷുട്ട് എടാ കള്ള. ഐ ഒന്നുകൂടെ നോക്കുവോ? ഒന്നും കൂടെ നോക്കുവോ? ഒന്നും കൂടെ നോക്കുവോ? ഭയങ്കര ബിസിയാണ്. ഹോട്ട് ചോക്ലേറ്റ് വരുമ്പോഴേക്കും ഒന്ന് ഷുട്ടുവിനെ വാഷ്റൂമിൽ കൊണ്ടുപോയി പാമ്പസ് ഒക്കെ ഒന്ന് മാറ്റിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മൾ ഇതാ ഹോട്ട് ചോക്ലേറ്റ് എത്തി. അങ്ങനെ ഇതാ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം ഷുട്ടൂര് പറ്റുന്നൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം ബർഗറും പിസയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ചോദിച്ചു. പാരഗൺ ആയിരിക്കില്ല അല്ലേ? പാരഗൺ പോയിട്ട് അവിടെ നിന്ന് നല്ല ബിരിയാണി കിട്ടും. ബിരിയാണി ഇവർക്ക് കൊടുക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലേ ഷുട്ടാ? കാര്യമായിട്ട് കവർ പൊളിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ പാരഗണിൽ എത്തി ഗായ്സ്. ഇവിടെ ഉച്ച സമയത്തും പോലെ തന്നെ രാത്രിയിലും ഭയങ്കര ക്യൂ ആയി. നമ്മൾ പേരൊക്കെ എഴുതിയിട്ടിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മളെ വിളിച്ച് നമ്മളും ഉള്ളിലേക്ക് കയറി. ഈ ഒരു തിരക്ക് ആ ടൈമിൽ അവിടെ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. ബട്ട് നല്ല തിരക്കായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ നമുക്ക് സീറ്റ് കിട്ടി. ഷുട്ടൂന് ഓൾറെഡി ബിരിയാണി തീർന്നിട്ടുണ്ടായിരുന്നു. സോ അവരുടെ അടുത്ത് ചോദിച്ച് നമ്മള് കുറച്ച് ബിരിയാണി റൈസ് മാത്രം ഒപ്പിച്ചു. കാരണം വേറെ എന്തെങ്കിലും ഫുഡാണെങ്കിൽ അവളെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ അവളുടെ ബിരിയാണി റൈസ് ആദ്യം വന്നപ്പോൾ ഞാൻ അത് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും നോർമൽ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു എന്തോ ബീഫ് വരട്ടിയതോ അങ്ങനെ എന്തോ ഒന്നും കൂടെ ഓർഡർ ചെയ്തു. അതിന് ഞാൻ അവൾക്ക് കൊടുക്കുമ്പോഴേക്കും നമ്മളെ ഫുഡൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സൈഡായി വണ്ടിയിൽ കയറി. സൈഡാകാൻ മാത്രമൊന്നും കഴിച്ചില്ല. പൊറോട്ടയും ചിക്കൻ കറിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷുട്ടൂന് കുറച്ച് ബിരിയാണി റൈസ് കിട്ടി. ആക്ച്വലി ബിരിയാണി ഫുള്ളും തീർന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഇവൾക്കാന്ന് പറഞ്ഞ് കുറച്ച് റൈസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് കിട്ടി. സോ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിക്കുന്നു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്ന്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വാവിക്ക് തരും. അപ്പൊ ഓക്കെ ബായ് പറ. എല്ലാരും വീഡിയോ കാണണേന്ന് പറ. കാവനെ കാണണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, സീ യു.